കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കോൺഗ്രസിന്റെ സമരാഗ്നിക്ക് കാസർഗോഡ് തുടക്കം. 14 ജില്ലകളിലായി ജനകീയ ചർച്ചാ സദസ്സുകളും പൊതുസമ്മേളനങ്ങളും നടക്കും. മോദി ഗവൺമെന്റ് 10 കൊല്ലത്തെ ഭരണം കാർഷിക മേഖലയെ ബുദ്ധിമുട്ടിലാക്കിയെന്ന കെ സി വേണുഗോപാലിന്റെ വിമർശനം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല. നരേന്ദ്രമോദിയുടെ മുന്നിൽ കവാത്ത് മറക്കുന്ന പിണറായിക്ക് ഗവർണർക്കെതിരെ സമരം നടത്താൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളതെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു. കർഷക ആത്മഹത്യകൾ നിരന്തരം നടക്കുന്ന ഭാരതത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര ഗവൺമെന്റിനോ മോഡിക്കോ താൽപര്യമില്ല. പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെ 1 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ ഒരിടത്തും രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞില്ല. അദ്ദേഹം കോൺഗ്രസിനെ അപമാനിക്കാനാണ് ശ്രമിച്ചത്, നെഹ്റുവിനെ അപമാനിക്കാനാണ് ശ്രമിച്ചത്. ഗാന്ധിയെ വധിച്ചവർ നെഹ്റുവിനെയും വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി. അർജുൻ, കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധ കോട്ട തന്നെ തീർക്കുകയാണ് കോൺഗ്രസ് സമരാഗ്നിയിലൂടെ. അതിരൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്രത്തിനെതിരെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. എത്രത്തോളമാണ് ജനപങ്കാളിത്തം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? എന്തായാലും കാസർഗോഡ് നിന്നും സമരാഗ്നിക്ക് തുടക്കമായിരിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രക്ഷോഭ യാത്രയ്ക്ക് കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയിട്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് സംസാരിക്കുന്ന എല്ലാ നേതാക്കളും ഇതിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്നത്. കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ നേതാക്കൾ മോദി സർക്കാരിനെതിരെയുള്ള അതിരൂക്ഷമായ വിമർശനം, അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള വിമർശനവും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കെ സി ഗോപാൽ നടത്തിയിട്ടുള്ളത്. ന്യായമായ ഏത് ആവശ്യങ്ങൾക്കും കേരള സർക്കാരിനോടൊപ്പം കോൺഗ്രസിൻ്റെ 19 MP-മാരും ഉണ്ടായിരുന്നു. പക്ഷേ ധൂർത്തിനും അഴിമതിക്കും കൂട്ടുനിൽക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന് കഴിയില്ല. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഡൽഹിയിലെ സമരത്തിൽ കോൺഗ്രസ് പങ്കെടുക്കാതിരുന്നത് എന്ന കാര്യവും കെ സി വേണുഗോപാൽ പ്രസംഗത്തിൻ്റെ ഭാഗമായി സൂചിപ്പിച്ചിരുന്നു. എന്തായാലും സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ ഒരാൾക്കൂട്ടത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയൊരു സമരത്തിന്, ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് തുടക്കമാവും. നാളെയും രാവിലെ കാസർഗോഡ് മണ്ഡലത്തിലാണ് ജാഥയുടെ പ്രചരണ പരിപാടി ഉണ്ടാവുക. രാവിലെ പൗരപ്രമുഖർ, അതായത് സമൂഹത്തിലെ പാവപ്പെട്ട, പെൻഷൻ ലഭിക്കാത്ത, അതുപോലെ തന്നെ പട്ടിണി അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഏറ്റവും താഴെത്തട്ടിലെ ജനവിഭാഗങ്ങളോട് ചർച്ച നടത്തും. അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് കൂടിക്കാഴ്ച, അതുപോലെ തന്നെ വാർത്താ സമ്മേളനത്തിനു ശേഷം ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ഓരോ ലോക്സഭാ മണ്ഡലത്തിലും നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള പൊതുസമ്മേളനം നടക്കുക. അതിനു പുറമെ എല്ലാ സ്ഥലത്തേക്കും, അതായത് ജാഥ കടന്നു പോകുന്ന മേഖലയിലൂടെ നിന്നെല്ലാം തുറന്ന വാഹനത്തിൽ പരമാവധി സ്ഥലങ്ങളിൽ KPCC അധ്യക്ഷനും VD സതീശനും ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി വലിയ രീതിയിലുള്ള ആവേശത്തിൽ കാസർഗോഡ് വലിയൊരു ആൾക്കൂട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സമരാഗ്നിക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ.